ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8-ലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതേരം കൈവണങ്ങിടുന്നു. ഇതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. സപ്തദ്വീപുകളുള്ളതിൽ ജംബുദ്വീപിലാണല്ലോ ഭാരതവർഷത്തിലെ ഭാരതഖണ്ഡം ഉള്ളത്. അപ്പോൾ മറ്റു ദ്വീപുകൾ 6-ലും, അതായത് മറ്റുള്ള 6 ദ്വീപുകളിലുള്ളവരും അതുപോലെ ഭാരതഖണ്ഡത്തെ 9 ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഭാരതവർഷം. ആ ബാക്കിയുള്ള 8 ഖണ്ഡങ്ങളിലുള്ളവരും അതുപോലെ 4 യുഗങ്ങളുണ്ട്. ആ 4 യുഗത്തിലൊന്നാണ് കലിയുഗം. ആ കലിയുഗം മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള 3 യുഗങ്ങളിലുള്ളവരുമൊക്കെ മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായ്കയാൽ, അതായത് പെട്ടെന്ന് ഈ കലിയുഗത്തിൽ നാമജപം കൊണ്ട് മുക്തി ലഭിക്കുന്ന അത്രയും എളുപ്പത്തിൽ മറ്റു യുഗങ്ങളിലുള്ളവർക്ക് മുക്തി ലഭിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ സാധിക്കുകയില്ലാത്തതിനാൽ കലികാലത്തെ, അതായത് കലിയുഗത്തെ, അതും കലിയുഗത്തിൽ എവിടെയായിരിക്കണം? ഭാരതഖണ്ഡത്തിലായിരിക്കണം. ആ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു, എല്ലാവിധ ആദരവോടും കൂടി വണങ്ങുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത്, ഇതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്നാണ്. അതായത് മറ്റുള്ള ആ ഒരു 3 യുഗങ്ങളിലുള്ളവരും 6 ദ്വീപുകളിലുള്ളവരും 8 ഖണ്ഡങ്ങളിലുള്ളവരുമൊക്കെ പറയുകയാണ്, കലിയുഗത്തിൽ ഭാരതഖണ്ഡത്തിലെ ഭാരതവർഷത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും വന്ന് ജനിക്കുവാനായിട്ടുള്ള യോഗ്യത പോലും ഞങ്ങൾക്ക് വരുത്തിയില്ലല്ലോ, അതിനൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പറയുകയാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ ഒരു കലിയുഗത്തിലെ നാമജപം. അത് എവിടെയായിരുന്നത് കൊണ്ടാണ്? ഭാരതഖണ്ഡത്തിലെ ഭാരതവർഷത്തിൽ നമ്മളെല്ലാവരും നമുക്കൊരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ അത് എത്ര പുണ്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നാമജപം ചെയ്തോളുക. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.